നമസ്തേ. UGC NET Sanskrit Traditional Subjects Code 73 2022 ജൂലൈ ഫസ്റ്റ് ഷിഫ്റ്റിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. കാരകപ്രകരണത്തിൽ നിന്നും ചേരുംപടി ചേർക്കാനായിട്ടൊരു ചോദ്യമായിരുന്നു. അതിൽ ലിസ്റ്റ് 1-ൽ ചില സൂത്രങ്ങൾ കൊടുത്തിരിക്കുന്നു. ലിസ്റ്റ് 2-ൽ അപാദാന സംജ്ഞ, കർമ്മസംജ്ഞ, സമ്പ്രദാന സംജ്ഞ എന്നിങ്ങനെ ഏത് സംജ്ഞയെ സംബന്ധിക്കുന്ന സൂത്രമാണിത് എന്നുള്ള ഒരു ചോദ്യമുണ്ടായിരുന്നു. അപ്പോൾ കാരകപ്രകരണത്തിൽ പ്രധാനമായിട്ട് വരുന്ന സൂത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അഥ കാരകപ്രകരണം പാണിനീയ വ്യാകരണേ പാരിഭാഷിക ശബ്ദേഷു കാരകം അന്യതമം. അഷ്ടാധ്യായ്യാം കാരകേ ഇതി അധികാരസൂത്രഭാവേനോപന്യസ്തം വിദ്യത്തെ. കരോതീതി കാരകമിതി വ്യുത്പത്ത്യാ കാരകശബ്ദഃ ക്രിയാപരഃ. ഏവഞ്ച ക്രിയാജനകത്വം കാരകത്വമിതി മഹാഭാഷ്യകാരേണ ഉക്തം. കരോതി ക്രിയാ നിർവർത്തയതി കരോതി കർതൃകർമാദിവ്യപദേശാനിതി വ്യുത്പത്ത്യാ ഏതാദൃശോർത്ഥോ നിഷ്പദ്യത്തെ. കാരകസ്യ ബഹൂനി ലക്ഷണാനി ശാസ്ത്രകാരൈരുപന്യസ്താനി. യഥാ കരോതി കർതൃകർമാദിവ്യപദേശാനിതി കാരകം പതഞ്ജലിഃ. ക്രിയാപ്രവർത്തകം കാരകം പതഞ്ജലിഃ. ക്രിയാജനകത്വം കാരകത്വം നാഗേശഃ ഹരിദീക്ഷിതഃ. ഇങ്ങനെ കാരകത്തിന് പലരും പല ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ദീക്ഷിതഃ പറയുന്നു ക്രിയാന്വയിത്വം കാരകത്വം. കാശികാകാരൻ പറയുന്നു ക്രിയാഹേതുഃ കാരകം. നൈയായികർ പറയുന്നു വിഭക്ത്യർത്ഥദ്വാരാ ക്രിയാന്വയി സത് ക്രിയാനിമിത്തം കാരകം. കാരകസ്യ പ്രയോഗഃ വിഭക്ത്യർത്ഥരൂപേണ ഭവതി. സംഖ്യാകർമാദയശ്ച വിഭക്ത്യർത്ഥാഃ വിഭജ്യത്തെ അനയാ പ്രാതിപദികാർത്ഥ ഇതി വിഭക്തിഃ. വിഭക്തിർനാമ കാരകമിതി ശബ്ദകൗസ്തുഭേ ലിഖിതമസ്തി. സംഖ്യാകാരകബോധയിത്രി വിഭക്തിരിത്യുച്യത്തെ. യേന സങ്കേതേന കാരകസ്യ പരിചയോ ഭവതി സാ വിഭക്തിരിത്യുച്യത്തെ. ഏവം വാക്യേ യേഷാം സംബന്ധഃ ക്രിയാപദേന സഹ വർത്തത്തെ സഹ കാരകഃ. തദുക്തം ശ്ലോകസിദ്ധാന്തകൗമുദ്യാം. വാക്യേ സംജ്ഞാക്രിയായാശ്ച സംബന്ധഃ കാരകം ഭവേത്. ക്രിയായാഃ ജനകം നാമ കാരകം വാ നിഗദ്യത്തെ. വിഗ്രഹഃ സ്യാത് കരോതീതി കാരകസ്യ പദസ്യ ച തസ്മാത് ക്രിയായാഃ ജനകം കാരകം വസ്തു കഥ്യത്തെ. ന്യായമതാനുസാരം ക്രിയാനിമിത്തമാഖ്യാതം കാരകം ന്യായപണ്ഡിതൈഃ ഇതി. ഏവം യേന വിനാ ക്രിയായാഃ നിർവാഹോ ന സംഭവതി സഹ കാരകസംജ്ഞഃ സ്യാത്. ഉദാഹരണം യഥാ അയോധ്യായാഃ രാജാ രാമചന്ദ്രഃ പ്രാതഃകാലേ അമാത്യൈഃ രാജകോഷാത് ബ്രാഹ്മണേഭ്യഃ ധനം ദദാതി ഇത്യസ്മിൻ വാക്യേ ദദാതി ഇതി ക്രിയാപദേന സഹ രാജാ രാമചന്ദ്രഃ പ്രാതഃകാലേ അമാത്യൈഃ രാജകോഷാത് ബ്രാഹ്മണേഭ്യഃ ഇതി ശബ്ദാः സംബന്ധിതാः ഭവन्ति. തസ്മാദേതാനി കാരകാണി. പരന്തു അയോധ്യായാഃ ഇതി പദം ക്രിയാപദേന സഹ സംബന്ധിതം നാസ്തി. തസ്മാന്ന കാരകപദവാച്യം ഏതത് സംബന്ധപദമിത്യുച്യത്തെ. കാരകഭേദാഃ കാരകാണി ഷഡ്ഭവന്തി. യഥാ കർത്താ കർമ്മ ച കരണം സമ്പ്രദാനം തഥൈവ ച അപാദാനാധികരണമിത്യേവം കാരകാണി ഷഡ്. 6 കാരകങ്ങളാണുള്ളത്. കർത്തൃകാരകം, കർമ്മകാരകം, കരണകാരകം, സമ്പ്രദാനകാരകം, അപാദാനകാരകം, അധികരണകാരകം. യഥാ ച ശാബ്ദികാഃ പഠന്തി ക്രിയാ പ്രകാരീഭൂതോർത്ഥഃ കാരകം തച്ച ഷഡ്വിധം കർത്തൃകർമാദിഭേദേന ശേഷഃ സംബന്ധയിഷ്യതി. ഏവം പ്രധാനതയാ കാരകാണി ഭവന്തി കർത്തൃകാരകം, കർമ്മകാരകം, കരണകാരകം, സമ്പ്രദാനകാരകം, അപാദാനകാരകം, അധികരണകാരകം. കർത്തൃകാരകം പ്രഥമ വിഭക്തി. ഈ കർത്തൃകാരകത്തിൽ വരുന്ന സൂത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്വതന്ത്രഃ കർത്ത ഇതി സൂത്രേണ ക്രിയായാഃ സ്വാതന്ത്ര്യേണ വിവക്ഷിതോർത്ഥഃ കർത്ത സ്യാത് ഇതി സൂത്രാർത്ഥബലേന ച ജ്ഞായത്തെ യത് ക്രിയാസമ്പാദനായാം യത് സ്വതന്ത്രം ഭവതി തത് കർത്തൃകാരകമിത്യുച്യത്തെ. കർത്തൃകാരകെ പ്രഥമാ വിഭക്തിർഭവതി.
कर्तरि प्रथमा इति। श्लोकसिद्धान्तकौमुद्यामुच्यते क्रियते च क्रिया येन क्रिया वा यत्र वर्तते कर्ता भवति स शब्दः कर्तरि प्रथमा ततः कर्तृभावं कथयितुं स्वार्थस्यात्र प्रदर्शने प्रथमा जायते नाम्नः रामः कृष्णः फलं रमा सु औजस् प्रथमा अस्ति तत्रैतो उश्चजस्तथा यस्य कस्यापि कार्यस्य करणे यत्स्वतन्त्रता दृश्यते स च कर्तास्ति प्रथमा तत्र जायते। प्रथमा विभक्तेः केचन नियमाः सन्ति यथा प्रातिपदिकार्थलिङ्गपरिमाणवचनमात्रे प्रथमा अर्थात् प्रातिपदिकार्थमात्रेण लिङ्गमात्रेण परिमाणमात्रेण तथा वचनमात्रेण प्रथमा विभक्तेः विधानं भवति। तत्र प्रातिपदिकार्थमात्रे यथा उच्चैः नीचैः कृष्णः श्रीः ज्ञानमिति, लिङ्गमात्रे यथा तटः तटी तटं, परिमाणमात्रे यथा द्रोणो व्रीहिः, वचनमात्रे यथा एकः द्वौ बहवः तदुक्तं रामः श्री ज्ञानं स्वार्थ लिङ्गाधिके तटस्तटी परिमाणे द्रोणो व्रीहिः एकः द्वौ वचनाधिके वस्तुधर्मः प्रवृत्तीनां निमित्तं स्वार्थ उच्यते स एव प्रातिपदिकार्थः शब्देन गृह्यते इह पुंस्त्वं स्त्रीत्वमित्यादि नीचैरुच्चैः पुनर्मुहुः सर्वत्र प्रातिपदिकार्थे प्रथमा विधीयते। स्वार्थमात्रस्य बोधेऽत्र जायते नाधिकः खलु। स्वार्थादिकलिङ्गस्य बोधेऽपि प्रथमा भवेत्। तटः तटी तटं प्रोक्तमस्योदाहरणं बुधैः द्रोणो व्रीहिः परिमाणाधिक्योदाहरणे इह। सूत्रं सम्बोधने च सम्बोधनस्थानेऽपि प्रथमा विभक्तिः स्यात् तदुक्तं सम्बोधनविशेषार्थे प्रथमा नामतो भवेत्। हे राम हे हरे विष्णु सम्बोधनपदं ततः। അപ്പോൾ പ്രഥമ വിഭക്തി അതായത് കർത്തൃകാരകത്തിൽ പഠിക്കേണ്ടതായിട്ടുള്ള സൂത്രം സ്വതന്ത്ര കർത്ത പ്രാതിപദികാർത്ഥലിംഗപരിമാണവചനമാത്രേ പ്രഥമ സംബോധനേച്ച ഈ സൂത്രങ്ങളാണ് പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. രണ്ടാമത്തേത് കർമ്മകാരകം ദ്വിതീയ വിഭക്തി കർത്തുരീപ്സിതതമം കർമ്മ ഇത്യനേന സൂത്രേണ കർത്തുഃ ക്രിയായ ആപ്തുമിഷ്ടതമം കാരകം കർമ്മസംജ്ഞം സ്യാത് ഇതി സൂത്രാർത്ഥേന ച ജ്ഞായത്തെ യത് കർത്ത ക്രിയാദ്വാരാ യദ്വസ്തു പ്രാപ്തുമിച്ഛതി തത് കർമ്മ ഇത്യുച്യത്തെ. കർത്താവ് ക്രിയ വഴി ഏത് വസ്തുവിനെയാണോ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത് അതാണ് കർമ്മം എന്ന് പറയുന്നത്. അത്ര സൂത്രേ അതിവ്യാപ്ത്യാദിദോഷപരിഹാരായ കർത്തൃപദം തമപ് ഇത്യനയോः ഗ്രഹണം ഭവതി. യദി കർത്തൃപദസ്യ വ്യവഹാരോ ന ക്രിയത്തെ അത്ര തർഹി രാമഃ മാസേഷു അശ്വം ബധ്നാതി ഇത്യനേന സൂത്രേ അതിവ്യാപ്തിദോഷ ആപതതി. ഏവം ച പയസാ ഓദനം ഭുങ്ക്തേ ഇത്യാദൗ അപി അതിവ്യാപ്തിः സ്യാത്. അത ഏവ ഉച്യത്തെ കർത്ത നിജക്രിയാദ്വാരാ യത് പ്രാപ്തും യതത്തെ ക്വചിത് തദേവ കർമ്മ ബോദ്ധവ്യം ദ്വിതീയ കർമ്മണി സദാ. ഉദാഹരണം ഗ്രാമം ഗച്ഛതി സഭൃത്യ മാലാം ഗ്രഥ്നാതി ബാലിക കേശാൻ ബധ്നാതി സാ കന്യ ദ്വിതീയാത്രാസ്തി കർമ്മണി ഔഡ്ഷസ് ദ്വിതീയേയം ജായത്തെ കർമ്മകാരകാത്. കർമ്മകാരകസംബന്ധാനി കാനിചന സൂത്രാണി അത്ര പ്രതീയന്തെ. കർമ്മകാരകസംബന്ധമായിട്ടുള്ള ചില സൂത്രങ്ങളാണ് ഇവിടെ പറയുന്നത്. കർമ്മണി ദ്വിതീയ സൂത്രാർത്ഥഃ അനുക്തേ കർമ്മണി ദ്വിതീയ സ്യാത് ഹരിം ഭജതി. അഭിഹിതേ തു കർമാദൗ പ്രഥമ ഹരിഃ സേവ്യത്തെ ലക്ഷ്മ്യാ സേവിതഃ. അടുത്ത സൂത്രം അകഥിതം ച സൂത്രാർത്ഥഃ അപാദാനാദി വിശേഷൈരവിവക്ഷിതം കാരകം കർമ്മസംജ്ഞം സ്യാത്. വ്യാഖ്യ തത്ര കഥിതം നാമ പ്രധാനം അകഥിതം നാമ അപ്രധാനം അവിവക്ഷിതം ഗൗണം വാ. യഥാ അപാദാന സംപ്രദാന അധികരണ കർമ്മകരണാധികാരകാണാം വിവക്ഷാ ന ഭവതി വിശേഷസംജ്ഞാഃ വാ ന വിധീയന്തെ കേവലം സംബന്ധസാമാന്യേനൈവോച്യന്തെ തദാ കാരകാണി അപ്രധാനാനി ഭവന്തി. അസ്യാം സ്ഥിതൗ അപാദാനാദികാരകാണാം കർമ്മസംജ്ഞാ ഭവതി. തത്ര അപാദാനാദികാരകാണാം അവിവക്ഷാ യേഷാം ധാതൂനാം യോഗേ ഭവതി തേ യഥാ ദുഹ് യാച്ച് പച്ച് ദണ്ഡ രുധി പ്രച്ഛി ചി ബ്രു ഷാസു ജി മഥ് മുഷാം കർമ്മയുക്
स्यादकथितं तथा स्यान्निहृष्वः दुह याच पच दण्ड रुध प्रच्छ चिञ् ब्रू शास् जि मथ मुष नी प्रापणे हृञ् कृष वह इति धातूनां कर्मणा सह युक्तस्य पदस्य अकथितकर्मसंज्ञा भवति। उदाहरणानि क्रमशो यथा गां दोग्धिपयः इत्यत्र गौ अपादानं भवति, परन्तु तस्य अविवक्षितत्वात् कर्मसंज्ञा। तथैव तण्डुलान् ओदनं पचति, गर्गान् शतं दण्डयति, व्रजमवरुणद्धि, गां माणवकं पन्थानं पृच्छति, वृक्षमवचिनोति फलानि, माणविकं धर्मब्रूते शास्ति वा, शतं जयति देवदत्तं, सुधां क्षीरनिधिं मथ्नाति, देवदत्तं शतं मुष्णाति, ग्राममजां नयति, कर्षीत वहति इत्यादिषु वाक्येषु अपादान अविवक्षितत्वादपि कर्मसंज्ञा भवति। एवं प्रकारेण केषाञ्चन सूत्राणाम् आधारेण पदं कर्मसंज्ञकं भवति। कर्मणि द्वितीया इति सूत्रेण द्वितीया विभक्तेः प्रयोगस्तत्र क्रियते। कानिचन वार्तिकान्यपि सन्ति यैः कर्म पदमपि कर्मकारकं न भवति, तथा च अपरं कारकमपि कर्मसंज्ञाम् आवहति। यथा तथा युक्तं चानेप्सितम्। उदाहरणं ग्रामं गच्छन् तृणं स्पृशति। अकर्मधातुभिर्योगे देशः कालो भावो गन्तव्योऽध्वा च कर्मसंज्ञक इति वाच्यम्। उदाहरणं गुरून् स्वपिति। गतिबुद्धिप्रत्यवसानार्थशब्दकर्मकाणामणि कर्ता सणौ। उदाहरणं वेदार्थं स्वान् अवेदयन्। नीबह्वोर्न। उदाहरणं नाययति वाहयति वा भारं भृत्येन। नियन्त्रकर्तृकस्य बहेरनिषेधः। उदाहरणं वाहयति रथं वाहान् सूतः। आदिखाद्योर्न। उदाहरणम् आदयति खादयति वा अन्नं वटुना। भक्षेरर्हि सार्थस्य न। उदाहरणं भक्षयति अन्नं वटुना। जल्पति प्रभृतीनाम् उपसंख्यानम्। उदाहरणं जल्पयति भाषयति वा धर्मं पुत्रं देवदत्तः। शब्दायतेन। उदाहरणं दर्शयति हरिं भक्तान्। हकोरन्यतरस्याम्। उदाहरणं शब्दाययति देवदत्तेन। अभिवादिदृशोरात्मनेपदे वेति वाच्यम्। उदाहरणं हरति भारं भृत्यः, हारयति भारं भृत्यः भृत्येन वा। अधिशिंस्थासां कर्म। उदाहरणम् अधिशेते वैकुण्ठं हरिः। अभिनिविशश्च। उदाहरणम् अभिनिविशते सन्मार्गम्। उपान्वद्याङ्वसः। उदाहरणम् उपवसति वैकुण्ठं हरिः। अभुक्त्यर्थस्य न। उदाहरणं वने उपवसति। उपपदद्वितीया विभक्तिः। विभक्तिः द्विविधो भवति, यथा कारकविभक्तिः उपपदविभक्तिश्च. വിഭക്തി രണ്ട് വിധത്തിലാണ്: കാരകവിഭക്തി, ഉപപദവിഭക്തി. കാരകവിഭക്തിഃ കർമാധികാരകാർത്ഥേ പ്രയുജ്യത്തെ. ഉപപദവിഭക്തിസ്തു കസ്യാപി പദസ്യ യോഗേന ഭവതി. തത്ര യേഷാം പദാനാം സംയോഗാത് ദ്വിതീയാ വിഭക്തിർഭവതി. തേഷാം വിവരണമധസ്താത് സ്വോദാഹരണം പ്രസ്തൂയത്തെ. യഥാ ഉഭയതഃ ഗ്രാമം ഉഭയതഃ മന്ദിരേ സ്തഃ. സർവതഃ ദേശം സർവതഃ ആതങ്കഃ പ്രചലതി. ധിക് മുഖം ധിക്. ഉപര്യുപരി വൃക്ഷമുപര്യുപരി പത്രാണി സന്തി. അധോധഃ പൃഥിവീമധോധഃ വിവിധശിലാസ്തരാണി വിദ്യन्ते. അഭിധഃ മന്ദിരം അഭിധഃ കൃഷിക്ഷേത്രമസ്തി. പരിതഃ ഗൃഹം പരിത ഉദ്യാനാനി സന്തി. സമയ കടകം സമയ നദീ വഹതി. നികഷ ഔഷധാലയം നികഷ ചികിത്സാലയോസ്തി. ഹാ ദുർദൈവം. പ്രതി മാം പ്രതി സ ആഗച്ഛതി. അന്തര ധനമന്തര സുഖം നാസ്തി. അന്തരേണ വിദ്യാമന്തരേണ ജീവനം വൃഥാ. ഋതേ ശ്രമം ഋതേ വിദ്യാ ന ഭവതി. ഭൃത്യഃ സ്വാമിനമുപഗച്ഛതി. പരി വൃക്ഷം പരി വിദ്യോതത്തെ വിദ്യുത്. ഇങ്ങനെ കർമ്മകാരകം. അടുത്തത് കരണകാരകം. തൃതീയ വിഭക്തി. സാധകതമം കരണം ഇതി സൂത്രേണ
क्रियासिद्धौ प्रकृष्टोपकारकं करणसंज्ञं स्यात् इति सूत्रार्थाधारेण च ज्ञायते यत् क्रियायाः साधनार्थं कर्तुः यत् प्रधानसहायकं तत् करणसंज्ञकमुच्यते। यथा रामेण बाणेन हतो वालिः इत्यत्र हननक्रियायां कर्तुः प्रधानसहायको ബാണോസ്തി. ക്രിയ സാധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കർത്താവിൻ്റെ പ്രധാന സഹായകം എന്താണോ അതാണ് കരണ സംജ്ഞയോട് കൂടിയത്. ഇവിടെ ബാലിയുടെ ഹനനത്തിന് വേണ്ടി പ്രധാന സഹായകമായിട്ടുള്ളത് ബാണമാണ്. അതഃ തസ്യ ബാണസ്യ കർമ്മസംജ്ഞ, അതുകൊണ്ട് ബാണത്തിന് കർമ്മസംജ്ഞ. അത്ര സൂത്രേ യദി തനപ് ഗ്രഹണം ന ഗൃഹ്യത്തെ ഗംഗായാം ഘോഷ ഇത്യസ്മിൻ സ്ഥാനെ സൂത്രസ്യ ഗതിർ ഭവിഷ്യതി യേന അതിവ്യാപ്തി ദോഷഃ സ്യാത്. ശ്ലോകസിദ്ധാന്തകൗമുദ്യാം കരണകാരകസ്യ ലക്ഷണമുച്യത്തെ. സാധകതമം കരണം സൂത്രസ്യ അർത്ഥസ്തു ക്രിയത്തെ ക്രിയാസിദ്ധൗ പ്രകൃഷ്ടോപകാരകം കരണം മതം ഇതി. പുനശ്ചോക്തം തത്ര ക്രിയായാഃ ഫലനിഷ്പത്തിർ യദ്വ്യാപാരാദനന്തരം വിവക്ഷ്യത്തെ തദാ യത്ര കരണം തത്തദാ സ്മൃതം. വസ്തുതസ്തദനിർദ്ദേശ്യം നഹി വസ്തുവ്യവസ്ഥിതം സ്ഥാല്യം പച്യത ഇത്യേഷാ വിവക്ഷാ ദൃശ്യത്തെ യതഃ. കരണകാരകസംബന്ധാനി കാനിചന സൂത്രാണി അധസ്താത് പ്രസ്തൂയന്തെ. കരണകാരകസംബന്ധമായിട്ടുള്ള ചില സൂത്രങ്ങളെ പറയുന്നു. യഥാ കർതൃകരണയോസ് തൃതീയ. സൂത്രമിദം തൃതീയ വിഭക്തിവിധായകം പ്രധാനം സൂത്രം. അനേന സൂത്രേണ ജ്ഞായത്തെ യത് അനവിഹിതേ കർത്തരി കരണേ ച തൃതീയ വിഭക്തേഃ പ്രയോഗോ ഭവതി. യഥാ രാമഃ കലമേന ലിഖതി ഇത്യത്ര കർത്തുഃ ലേഖനക്രിയായാ സമ്പാദനാർത്ഥം പ്രകൃഷ്ടതമം സാധനം കലമം ഭവതി. അതഃ അസ്യ കരണസംജ്ഞാ ഭവതി. തതഃ കർതൃകരണയോസ് തൃതീയ ഇതി സൂത്രേണ തൃതീയ വിഭക്തൗ കലമേന ഇതി പ്രയോഗോ പരിലക്ഷ്യത്തെ. തഥൈവ പുഷ്പിതാ പാദേന കന്ദുകം ക്രീഡതി, ശിശുഃ ദുഃഖേന ക്രന്ദതി, മധുഃ വസ് യാനേന ഗച്ഛതി ഇത്യാദയഃ. അടുത്ത സൂത്രം പ്രകൃത്യാദിഭ്യ ഉപസംഖ്യാനം. വാർത്തികേനാനേന ജ്ഞായത്തെ യത് പ്രകൃത്യാദിഗണ പഠിതേഭ്യഃ ശബ്ദേഭ്യഃ തൃതീയ വിഭക്തിഃ ഭവതി. യഥാ പ്രകൃത്യാ ചാരുഃ പ്രായേണ യാജ്ഞികഃ ഗോത്രേണ ഗാർഗ്യഃ സമേന ഏതി വിഷമേണ ഏതി ദ്വിദ്രോണേന ധാന്യം ക്രീണാതി സുഖേന ദുഃഖേന വാ യാതി ഇത്യാദയഃ. അടുത്ത സൂത്രം ദിവഃ കർമ്മ ച. അനേന സൂത്രേണ ജ്ഞായത്തെ യത് ദിവിതി ക്രിയായാഃ യദത്യധികം സഹായകം കാരകം ഭവതി തസ്യ കർമ്മസംജ്ഞാ അഥവാ വികൽപേന കരണസംജ്ഞാ ഭവതി. യഥാ അക്ഷൈഃ അക്ഷാൻ വാ ദീവ്യതി. അടുത്ത സൂത്രം അപവർഗേ തൃതീയ. ഇത്യനേന സൂത്രേണ ജ്ഞായത്തെ യത് യത്ര ഫലപ്രാപ്തിരൂപോർത്ഥഃ ജ്ഞായത്തെ തത്ര വ്യാപ്ത്യർത്ഥേ തൃതീയ വിഭക്തിർ ഭവതി. ഇയമേവ അപവർഗേ തൃതീയ ഇത്യുച്യത്തെ. യഥാ രാമഃ മാസേന സാഹിത്യമപഠത് ഗൃഹം വർഷേണ നിർമ്മിതമഭവത്. അടുത്ത സൂത്രം ഹേതൗ തൃതീയ. ഹേത്വർത്ഥേ തൃതീയ വിഭക്തിർ ഭവതി. യഥാ ശിശുഃ ദുഃഖേന ക്രന്ദതി. അധോലിഖിതാനാം പദാനാം യോഗേ തൃതീയ വിഭക്തിർ ഭവതി. യഥാ താഴെ തന്നിരിക്കുന്ന പദങ്ങളുടെ കൂടെ തൃതീയ വിഭക്തി ഉണ്ടാകും. ഒന്ന് സഹ സാർദ്ധം സാകം സമം. രാമേണ സഹ രാമേണ സാർദ്ധം രാമേണ സാകം രാമേണ സമം ഗോപാലഃ വിദ്യാലയം ഗച്ഛതി. രണ്ട് അലം അർത്ഥം വൃഥ. വിവാദേന അലം. മൂന്ന് വിനാ ധർമ്മം വിനാ സുഖം നാസ്തി. നാല് കിം കാണേന ചക്ഷുഷാ കിം. അഞ്ച് പ്രയോജനം മമ വിദ്യയാ പ്രയോജനമസ്തി. ഉനഃ ഏകേന ഉനഃ 20 ബാലകാः ഗച്ഛന്തി. 7 ഹീനഃ ജ്ഞാനേന ഹീനഃ ദുഃഖീ ഭവതി. 8 പ്രകൃതിഃ ദുഗ്ധം പ്രകൃത്യാ മധുരം.
9 ആകൃതിः ഇയമാകൃത്യാ ചാരുः स्वभावः रामः स्वभावेन सरलः अर्थः कोऽर्थः पुत्रेण जातेन यो न विद्वान् न च धार्मिकः 12 रहितः रामः विद्यया रहितः 13 विहीनः विद्यया विहीनः पशुभिः समानः 14 सदृशः शैलवालायाः मुखं चन्द्रेण सदृशं वर्तते അടുത്തത് സമ്പ്രദാനകാരകം ചതുർത്ഥി വിഭക്തി കർമ്മണ യമഭിപ്രൈതി സ സമ്പ്രദാനം അർത്ഥാത് കർത്ത ദാനസ്യ കർമ്മണ യമഭിപ്രൈതി സ സമ്പ്രദാനസംജ്ഞഃ സ്യാത് യഥാ അഹം തസ്മൈ പുരസ്കാരം ദദാമി അത്ര തസ്മൈ ഇത്യസ്യ സമ്പ്രദാനസംജ്ഞ ഭവതി യസ്യ സമ്പ്രദാനസംജ്ഞ ഭവതി തസ്യ ചതുർത്ഥി വിഭക്ത്യാദേശഃ സ്യാത് യഥോക്തം ചതുർത്ഥി സമ്പ്രദാനേ ഇതി യഥാ ഭിക്ഷുകായ ഭിക്ഷാം ദേഹി ഭഗവാൻ ഭക്തായ അഭയം പ്രയച്ഛതി ഇത്യാദിഃ രുച്യർത്ഥാനാം പ്രിയമാണഃ ഒരു സൂത്രം അർത്ഥാത് രുച്യർത്ഥകധാതോഃ സംയോഗാദപി യസ്യ രുചിഃ തസ്യ ചതുർത്ഥി സംജ്ഞഃ സ്യാത് യഥാ ശിശവേ ക്രീഡാ രോചത്തെ മഹേശായ ലഡ്ഡുകം സ്വദത്തെ ഇത്യാദിഃ അടുത്ത സൂത്രം സ്പൃഹേരീപ്സിതഃ സ്പൃഹ ധാതു യോഗാത് കർത്തുരീപ്സിത വസ്തു സമ്പ്രദാനസംജ്ഞകം ഭവതി സമ്പ്രദാനേ ചതുർത്ഥീതി സൂത്രേണ ച തസ്യ ചതുർത്ഥി വിഭക്ത്യാദേശഃ സ്യാത് യഥാ സീതാ പുഷ്പേഭ്യഃ സ്പൃഹയതി സർവേ ജ്ഞാനായ സ്പൃഹയന്തു അടുത്ത സൂത്രം ക്രുധ ദ്രുഹീർഷ്യാസൂയാർത്ഥാനാം യം പ്രതി കോപഃ ക്രോധാർത്ഥക ദ്രോഹാർത്ഥക ഈർഷ്യാർത്ഥക അസൂയാർത്ഥക ധാതൂനാം യോഗാത് യം പ്രതി ക്രോധാദയോ ഭവന്തി തസ്യ സമ്പ്രദാനസംജ്ഞ സ്യാത് യഥാ ഗോപാലഃ കംസായ ക്രുധ്യതി രാവണഃ ജനേഭ്യഃ ദ്രുഹ്യതി സഹ മഹ്യം ഈർഷ്യതി തേ ദുർജനേഭ്യോ അസൂയന്തി ഇത്യാദിഃ परन्तु क्रुध द्रुहोरुपसृष्टयोः कर्म इत्यनेन क्रुध द्रुहधात्वोः उपसर्गयोगात् कर्मसंज्ञा स्यात् यथा प्रभुः भृत्यमभिक्रुध्यति इत्यादिः അടുത്ത സൂത്രം ധാരേരുത്തമർണഃ ധാരി ധൃഞ്ഞ് പ്ലസ് നിച്ച് ധാതോः യോഗാത് ഉത്തമർണഃ സമ്പ്രദാനസംജ്ഞകോ ഭവതി യഥാ ശ്യാമഃ രാമായ ശതരൂപ്യകാണി ധാരയതി അഹം കസ്മൈ കിഞ്ചിന്ന ധാരയാമി ഇത്യാദിഃ അടുത്ത സൂത്രം പ്രത്യാങ്ഭ്യാം ശ്രുവഃ പൂർവസ്യ കർത്ത പ്രതി ആങ് യുക്തസ്യ ശ്രുധാതോः യോഗാത് യം പ്രതിശ്രുതിഃ ദീയത്തെ തസ്യ സമ്പ്രദാനസംജ്ഞ സ്യാത് യഥാ പിതാ പുത്രായ ക്രീഡനകം പ്രതിശൃണോതി അടുത്ത സൂത്രം ക്രിയയാ യമഭിപ്രൈതി സോപി സമ്പ്രദാനം കർത്താ ക്രിയയാ യസ്യ സംബന്ധമിച്ഛതി തസ്യ സമ്പ്രദാനസംജ്ഞ ഭവതി യഥാ മാതാ പുത്രായ ചന്ദ്രം ദർശയതി ഗംഗദത്തായ മത്സന്ദേശം കഥയ അടുത്ത സൂത്രം താദർത്ഥേ ചതുർത്ഥി വാച്യ യസ്യ കൃതേ വ്യക്രേः ദ്രവ്യാണാം വാ ആവശ്യകത വർത്തത്തെ തസ്യ സമ്പ്രദാനസംജ്ഞ ഭവതി യഥാ യജ്ഞായ കാഷ്ഠം ഹാരായ സുവർണം ധർമായ പത്നി അടുത്ത സൂത്രം നിവർത്തൗ നിവർത്തനീയാത് യഥാ മശകായ ധൂമഃ താപായ സ്നാനം അടുത്ത സൂത്രം ക്രിയാർത്ഥോപപദസ്യ ച കർമ്മണി സ്ഥാനിനഃ തുമുൻ പ്രത്യയാന്തക്രിയാപദസ്യ വ്യവഹാരം ന കൃത്വാ തസ്യ കർമ്മണഃ സ്ഥാനെ ചതുർത്ഥി വിഭക്ത്യാദേശഃ സ്യാത് യഥാ ശബരി ഫലമാഹർത്തും യാതി ഇത്യത്ര ആഹർത്തുമിതി തുമുൻ പ്രത്യയാന്തഃ ശബ്ദഃ അസ്യ കർമ്മണഃ സ്ഥാനെ ചതുർത്ഥ്യാദേശേ ശബരി ഫലായ യാതി ഇതി പ്രയോഗോ ഭവതി അടുത്ത സൂത്രം തുമർത്ഥാച്ച ഭാവവചനാത് തും പ്രത്യയാന്തപദസ്യ സ്ഥാനെ ക്രിയാവാചകവിശേഷ്യപദസ്യ വ്യവഹാരോ യദി ഭവതി തർഹി തസ്യ ചതുർത്ഥി വിഭക്തിഃ സ്യാത് യഥാ ഛാത്രഃ പഠിതും പഠനായ യാതി അടുത്ത സൂത്രം നമഃ സ്വസ്തി സ്വാഹ സ്വധാലം വഷഡ്യോഗാച്ച ഏഭിः യോഗേ ചതുർത്ഥി യഥാ ഹരയേ നമഃ പ്രജാഭ്യഃ സ്വസ്തി അഗ്നയേ സ്വാഹ പിതൃഭ്യഃ സ്വധാ അലമിതി പര്യാപ്ത്യർത്ഥഗ്രഹണം തേന ദൈത്യേഭ്യോ ഹരിരലം പ്രഭുഃ സമർത്ഥഃ ശക്ത ഇത്യാദിഃ
एवम् അധോലിഖിതധാതൂനാം യോഗാദപി ചതുർത്ഥി വിഭക്തിർഭവതി. യഥാ താഴെ തന്നിരിക്കുന്ന ധാതുക്കളുടെ യോഗത്തിലും ചതുർത്ഥി വിഭക്തിയാണ്. ദ രാജാ ഭിക്ഷുകായ ധനം ദദാതി. രുച് മഹ്യം ദുഗ്ധം രോചത്തെ. ഈക്ഷ് സഹ മഹ്യം ഈക്ഷത്തെ. സ്പൃഹ് ധനികാः ധനായ സ്പൃഹയന്തി. രാധ ഭക്തിഃ കൃഷ്ണായ രാധ്യതി. ദ്രുഹ് രാജാ ശത്രവേ ദ്രുഹ്യതി. മൻ അഹം തം തൃണായ മന്യേ. കൂപ് ഹരിഃ ഗോപാലായ കുപ്യതി. ദൃശ് പ്ലസ് നിച്ച് മാതാപുത്രായ ചന്ദ്രം ദർശയതി. ക്രുധ് രാവണഃ രാമായ ക്രുധ്യതി. ധ്വ പ്ലസ് നിച്ച് സഹ മഹ്യം ശതം ധാരയതി. അസൂയ കംസഃ കൃഷ്ണായ അസൂയത്. നീ പ്ലസ് വിദ് ഭക്തഃ ദേവായ ദുഃഖം നിവേദയതി. ശ്ലാഘ്യ മിത്രം മിത്രായ ശ്ലാഘ്യത്തെ പ്രശംസാം കരോതി. പ്രതി പ്ലസ് ശ്രു പിതാ പുത്രായ ക്രീഡനകം പ്രതിശൃണോതി. ക്ലുപ്പ് ഭക്തിഃ ജ്ഞാനായ കൽപ്പത്തെ. ആശ്രു രാജാ ബ്രാഹ്മണായ ഗാമാശൃണോതി. ജൻ ഭക്തിഃ ജ്ഞാനായ ജായത്തെ. കഥ മാതാപുത്രായ ഗൽപ്പം കഥയതി. സ്വദത്തെ ദധി മഹ്യം സ്വദത്തെ. അടുത്തത് അപാദാനകാരകം പഞ്ചമി വിഭക്തി. ധ്രുവമപായേ അപാദാനം. അപായോ വിശ്ലേഷസ്തസ്മിൻ സാധ്യേ യദ്ധ്രുവമവധിഭൂതം കാരകം തദപാദാനം സ്യാത്. അർത്ഥാത് യസ്മാത് കസ്യാപി വസ്തുനഃ വിച്ഛേദോ ഭവതി തസ്യ അപാദാനസംജ്ഞാ സ്യാത്. യഥാ ഹിമാലയാത് ഗംഗാ പ്രവഹതി ഇത്യസ്മിന്നുദാഹരണേ ഹിമാലയശബ്ദഃ അപാദാനസംജ്ഞകോ ഭവതി. യഥാ വാ വൃക്ഷാത് പത്രം പതതി ഇത്യാദിഃ. അപാദാനേ പഞ്ചമി ഇതി സൂത്രേണ അപാദാനസംജ്ഞായാः പഞ്ചമീ നിർദ്ദേശः സ്യാത്. ചില സൂത്രങ്ങൾ പറയുന്നു. ഭീത്രാർത്ഥകാനാം ഭയഹേതുഃ. ഭയത്രാണാർത്ഥകധാതൂനാം യോഗാത് ഭയസ്യ കാരണം യദ്വസ്തു തസ്യ അപാദാനസംജ്ഞാ ഭവതി. യഥാ ചോക്തം ശ്ലോകസിദ്ധാന്തകൗമുദ്യാം. ഭയാർത്ഥാനാം ച ധാതൂനാം ത്രാണാർത്ഥാനാം ച യോഗതഃ ഭയഹേതുരപാദാനം പഞ്ചമീ തത്ര ജായത്തെ. ചൗരാദ് ബിഭേതി ധനവാൻ ചൗരേഭ്യസ്ത്രായത്തെ നൃപഃ. ഭയഹേതോരഭാവേ ന വനെ ബിഭേതി ത്രായത്തെ. കസ്യ ബിഭ്യതി ദേവാശ്ച ജാതരോഷസ്യ സംയോഗേ. അത്രാന്വയസ്യ വൈചിത്ര്യാത് ഭയഹേതുർന കിംബദേ. അത്രാന്വയഃ സംയുഗേസ്തി കസ്യേത്യസ്യേതി ബുദ്ധ്യതാം. അടുത്ത സൂത്രം പരാജേ രസോഢഃ. പരാ പ്ലസ് ജി ധാതോർയോഗാത് യോ അസഹ്യോ ഭവതി തസ്യ അപാദാനസംജ്ഞാ സ്യാത്. യഥോക്തം പരാജേസ്തു പ്രയോഗേഷു ന സഹനീയമസ്തി യത് തദസോഢമപാദാനം തസ്മാത് ഭവതി പഞ്ചമി. കക്ഷായാം തീക്ഷ്ണബുദ്ധീനാം അധ്യയനാത് പരാജയേ ത്വം പരാജയസേ കിന്ന ഹേ മന്ത്രിൻ സ്വാർത്ഥസാധനാത്. ഉദാഹരണം യഥാ ധാർമ്മികഃ പാപാത് പരാജയത്തെ ഇതി. അടുത്ത സൂത്രം വാരണാർത്ഥാനാം ഈപ്സിതഃ. വാരണാർത്ഥകധാതോഃ യോഗാത് നിവാര്യമാണസ്യ യോ അഭിലഷിതഃ തസ്യ അപാദാനസംജ്ഞാ സ്യാത്. യഥാ ധാന്യേഭ്യഃ ഗാം വാരയ. തദുക്തം ശ്ലോകസിദ്ധാന്തകൗമുദ്യാം. വാരണാർത്ഥകധാതൂനാം പ്രയോഗേ പദമീപ്സിതം അപാദാനം ഭവതി തദ് യവേഭ്യോ ഗാം നിവാരയ. അടുത്ത സൂത്രം അന്തർധൗ യേനാദർശനമിച്ഛതി. വ്യവധാനേ സതി യസ്മാൻ നിലീയത്തെ തസ്യ അപാദാനസംജ്ഞാ സ്യാത്. യഥാ മാതുർനിലീയത്തെ കൃഷ്ണഃ ഇത്യത്ര മാതുരപാദാനസംജ്ഞാ സ്യാത്. തദേവോക്തം വ്യവധാനേ സതി യസ്യാത്ര പുംസോ അദർശനമിച്ഛതി തദപാദാനസംജ്ഞം സ്യാത്. കൃഷ്ണോ മാതുർനിലീയത്തെ. അടുത്തത് ആഖ്യാതോപയോഗി. അർത്ഥാത് നിയമപൂർവകം ഗുരുനാ മതഃ വിദ്യായാः പഠനെ അപാദാനെ പഞ്ചമി വിഭക്തിः സ്യാത്. യഥോക്തം നിയമപൂർവകവിദ്യായാः പഠനെ ഗുരുനാ മതഃ പഞ്ചമി സ്യാദപാദാനാത് ഉപാധ്യായാത് അധീയത്തെ. അടുത്ത സൂത്രം ജനികർത്തുഃ പ്രകൃതിഃ. ജന്മസ്യ യഃ മൂലകാരണഃ തസ്യ അപാദാനസംജ്ഞാ ഭവതി. യഥാ ബ്രാഹ്മണഃ പ്രജാः പ്രജായന്ते. പുഷ്പാത് ഫലം ജായത്തെ. നവനീതാത് ഘൃതമുത്പദ്യത്തെ ഇത്യാദൗ പുഷ്പനവനീതാദയഃ മൂലകാരണാനി സന്തി. തസ്മാദേതേഷു പഞ്ചമ്യാദേശോസ്തി. അടുത്ത സൂത്രം ഭുവഃ പ്രഭവഃ.
अप्रकाशितवस्तुनः प्रथमप्रकाशे यः कारणं तस्य अपादानसंज्ञा स्यात्। यथा हिमालयात् गङ्गा प्रवहति इत्यत्र गङ्गायारुत्पत्तेर्मूलकारणं गङ्गा, तस्मात् तस्य अपादानसंज्ञा। अपादाने पञ्चमी इत्यनेन च पञ्चमी विभक्तेरादेशः। അടുത്ത സൂത്രം ജുഗുപ്സ വിരാമ പ്രമാദാർത്ഥാനാം ഉപസംഖ്യാനം വിരാമപ്രമാദ ജുഗുപ്സാബോധക ധാതൂനാം യോഗാത് കർമ്മകാരകസ്ഥാനെ അപാദാനകാരകം ഭവതി. യഥാ സാധുഃ പാപാത് ജുഗുപ്സത്തെ, ഛാത്രഃ പഠനാത് വിരമതി, ഛാത്രഃ പാഠാത് പ്രമാദ്യതി. അടുത്ത സൂത്രം ല്യവ് ലോപേ കർമ്മണ്യധികരണേ ച. ല്യപ്പ് പ്രത്യയാന്തപദസ്യ വ്യവഹാരം ന കൃത്വാ തസ്മിൻ സ്ഥലേ കർമ്മണി അധികരണേ ച പഞ്ചമി സ്യാത്. അയമേവ ല്യവ് ല്യോപേ പഞ്ചമി ഇത്യുച്യത്തെ. യഥാ രാമഃ പ്രാസാദാത് പശ്യതി, ശ്യാമഃ ആസനാത് പ്രേക്ഷത്തെ. അത്ര പ്രാസാദം കർമ്മ, ആസനം ച അധികരണം. അധോലിഖിതപദാനാം യോഗേപി പഞ്ചമി വിഭക്തിർഭവതി. താഴെ പറയുന്ന പദങ്ങളുടെ യോഗത്തിലും പഞ്ചമി വിഭക്തിയുണ്ട്. 1. ആരാത്, ഗ്രാമാദാരാത് നദി വഹതി. 2. ഋതേ നാനാ വിന, ജ്ഞാനാത് ഋതേ, ജ്ഞാനാത് നാനാ, ജ്ഞാനാത് വിന മുക്തിർനാസ്തി. 3. പൂർവം, ശയനാത് പൂർവം ഹരിം സ്മര. 4. പ്രാഗ്, ഭോജനാത് പ്രാഗ് ഹസ്തം പ്രക്ഷാളയ. 5. പരം, ക്രീഡനാത് പരം പഠ. 6. അനന്തരം, പഠനാദനന്തരം ക്രീഡ. 7. പൃഥക്, രാമഃ ശ്യാമാത് പൃഥക്. 8. ആരഭ്യ, ബാല്യാദാരഭ്യ സഹ ചതുരഃ. 9. പ്രഭൂതി, മാഘാത് പ്രഭൂതി വസന്തഃ ഭവതി. 10. പ്രതി, പുത്രഃ പിതുഃ പ്രതി. 11. വഹി, ബഹിഃ, ഗൃഹാത് ബഹിഃ ശിശുഃ ക്രീഡതി. 12. ദക്ഷിണ, ദക്ഷിണാഹി, ഗൃഹാത് ദക്ഷിണ, ദക്ഷിണാഹി വനമസ്തി. 13. ഉത്തര, ഉത്തരാഹി, ഭാരതാത് ഉത്തര, ഉത്തരാഹി ഹിമാലയോ വർത്തത്തെ. 14. കൃച്ഛ്ര, സ വിപദഃ കൃച്ഛ്രാൻ മുക്തഃ. 15. അൽപ, അഹം അൽപാത് ദുഃഖാത് മുക്തഃ. 16. സ്തോകഃ, ത്വം സ്തോകാത് വിപദഃ മുക്തഃ. 17. ദൂരം, ഗ്രാമാത് ദൂരം നദി വഹതി. 18. ആരഭ്യ, ബാല്യാദാരഭ്യ ധർമാചരണം കുരു. 19. ഉത്കർഷാർത്ഥേ, സുവർണഃ ലൗഹാൻ മൂല്യവത്തരം. 30. അപകർഷാർത്ഥേ, ശ്യാമഃ യതോഃ മൂഢതരഃ. അടുത്തത് സംബന്ധപദം, അത് ഷഷ്ഠി വിഭക്തി. ഷഷ്ഠി വിഭക്തി വിധാനാർത്ഥം പാണിനിന ഷഷ്ഠീശേഷ ഇതി സൂത്രം വിരചിതം. തസ്മാത് സൂത്രാത് ഷഷ്ഠ്യാഃ സംബന്ധമാത്രമർത്ഥ ഇതി പ്രതീയത്തെ. സ ച സംബന്ധഃ ശേഷലക്ഷണഃ. കർമാദയഃ യേ അന്യാർത്ഥാഃ തേ ശേഷപദേനുച്യന്തെ ഇതി ഭാഷ്യകൃതാ വ്യാഖ്യാതം. കാരകേഭ്യഃ കർമാദി വിശേഷലക്ഷണേഭ്യഃ ഷഡ്ഭ്യോऽന്യഃ യഃ സംബന്ധഃ സ ശേഷഃ. കിന്തു കർമാദിഭ്യഃ അന്യേ അർത്ഥാഃ ന സന്തി. യതോ ഹി ക്രിയാം വിനാ സംബന്ധസ്യാഭാവഃ സർവത്ര ക്രിയായാഃ അവശ്യം യോഗാത്. തന്നിമിത്തസ്യ ച കർമാദേഃ ബോധോ ഭവതി. യഥാ രാജ്ഞഃ പുരുഷഃ ഇത്യത്ര രാജാ കർത്താ, വൃക്ഷസ്യ ശാഖാ ഇത്യത്ര അധികരണരൂപാർത്ഥഃ. തസ്യ അവിവക്ഷായാം ഷഷ്ഠീ വിഭക്ത്യാ സാധുത്വം. പ്രാചീനവൈയാകരണാനാം മതേ സർവത്രൈവ സംബന്ധഃ ക്രിയാകാരകോ അഭാവമൂലകഃ. നവീനവൈയാകരണാനാം മതേ സംബന്ധഃ സംബന്ധത്വരൂപഃ. ഏതത് സർവം വ്യാഖ്യാനാദുപപദ്യത്തെ. നാഗേശേന ഷഷ്ഠീശേഷ ഇതി സൂത്രേ ഉക്താദന്യഃ ശേഷ ഇത്യുക്തം. ഭാഷ്യകാരः ഷഷ്ഠീസ്ഥാനെ യോഗ ഇതി സൂത്രേ 100 ഷഷ്ഠ്യർത്ഥ ഇതി വ്യുത്പാദിതവാൻ. തസ്മാത് വിവക്ഷാനുരോധാത് പ്രതിപാദ്യമർത്ഥമാദായ ഷഷ്ഠീ വിഭക്ത്യാ സാധുത്വം അവബോധനീയം. ഉക്തം ച ശ്ലോകസിദ്ധാന്തകൗമുദ്യാം ശേഷേ ഭവതി സംബന്ധഃ തസ്യ ഭേദാഃ ശതാധികാഃ. സ്വസ്വാനി ജന്യജനകഃ ഗുരുശിഷ്യാദിനാമതഃ യോപി സോപി വാ ശേഷസ്തത്ര ഷഷ്ഠീ വിധീയത്തെ. രാജ്ഞഃ പുരുഷ ആയാതഃ കൈകേയ്യാഃ ഭരതഃ സുതഃ. കർമാദികാരകാദീനാം സംബന്ധസ്യ വിവക്ഷയാ ഷഷ്ഠ്യേവ ജായത്തെ തത്ര മാതുഃ സ്മര സതാം ഗതം. മറ്റൊരു സൂത്രം കർമാദീനാമപി സംബന്ധമാത്രവിവക്ഷായാം ഷഷ്ഠ്യേവ കർമ്മപ്രഭൃതികാരകേഷു കേവലസംബന്ധവിവക്ഷായാം ഷഷ്ഠീ വിഭക്തിർഭവതി. യഥാ ഭജേ ശംഭോശ്ചരണയോഃ താവത് ഭയസ്യ ഭേതവ്യം. അടുത്ത സൂത്രം അധീഗർത്ഥയേഷാം
कर्मणि स्मरणार्थकानां दये ईश प्रभृति धातूनां व्यवहारो यत्र भवति तत्र षष्ठी विभक्तिः विकल्पेन स्यात्। यथा पुत्रः मातुः मातरं वा स्मरति, दरिद्रस्य दरिद्रं वा दयस्व, ग्रामस्य ग्रामं वा ईष्टे। അടുത്ത സൂത്രം കർത്തൃകർമ്മണോः കൃതി कृदन्तपदस्य कर्तुः कर्मणश्च षष्ठी विभक्तिर्भवति। यथा रामस्य गमनं रामः गच्छति, कृष्णस्य हासः कृष्णः हसति, जगतः कर्ता कृष्णः जगत् करोति, धनस्य दानं कुरु धनं देहि, व्याकरणस्य पाठं कुरु व्याकरणं पठ। परन्तु उभयप्राप्तौ कर्मणीति सूत्रानुसारं यत्र एकस्मिन् वाक्ये कर्त्रा कर्मणोरेकत्र समावेशो भवति तत्र कर्मण्येव षष्ठी विभक्तिर्भवति। यथा गोपबन्धुना दरिद्राणां साहाय्यं कृतं, मया भगवत्याः पूजा सम्पादिता। न लोकाव्ययनिष्ठा खलर्थतृणां ला उक अव्ययनिष्ठा खलर्थतृन् इत्यादि कृदन्तपदानां योगात् कृद्योगे षष्ठी विभक्तिर्न भवति। ला शत्रशानच् क्वसुकानच् स्यत्र स्यमन् योगाद्यथा कुर्वन् कुर्वाणः वा सृष्टिं हरिः। 2 ऊकप्रत्ययान्तकृदन्तयोगाद्यथा हरिं दिदृक्षुः, दैत्यानां द्यातुकः हरिः। 3 अव्ययं क्त्वा ल्यप् तुमुन् णमुल् प्रत्ययान्तपदयोगाद्यथा वारि पीत्वा गच्छ, व्याकरणमधीत्य सुखी भव, विद्यालयं गन्तुमिच्छामि, स्मारं स्वगृहचरितं दारुभूतो मुरारिः। 4 निष्ठा कृतवतु प्रत्ययान्तपदयोगाद्यथा विष्णुना हतः बालिः, दैत्यान् हतवान् विष्णुः। 5 खलर्थप्रत्ययान्तपदयोगाद्यथा इदं कर्म मया दुष्करं सुकरं वा। 6 शीलार्थकर्तॄन् प्रत्ययान्तपदयोगात् षष्ठी विभक्तिर्न भवति, परन्तु शीलाभिन्नार्थकर्तॄन् प्रत्ययान्तपदयोगात् कृद्योगे षष्ठी विभक्तिर्भवति। यथा धनं दातुं शीलं, धनस्य दाता। അടുത്ത സൂത്രം ക്തസ്യ വർത്തമാനെ വർത്തമാനകാലെ വിഹിതക്തപ്രത്യയാന്തപദസ്യ യോഗാത് കർത്തൃസ്ഥാനെ ഷഷ്ഠി വിഭക്തിർഭവതി. യഥാ ഇദം മമ മതം, ബുധഃ ശിക്ഷിതാനാം പൂജിതഃ. അടുത്ത സൂത്രം നപുംസകേ ഭാവ ഉപസംഖ്യാനം ഭാവവാച്യേ വിഹിതക്തപ്രത്യയാന്തപദസ്യ കർത്തരി വികൽപ്പേന ഷഷ്ഠി വിഭക്തിർഭവതി. യഥാ മമ ഹസിതം തവ ജീവിതം വികൽപാഭാവേ മയാ ഹസിതം ത്വയാ ജീവിതം. അടുത്തത് കൃത്യാനാം കർത്തരിവ കൃത്യ തവ്യ അനീയ യത്ത് ണ്യത്ത് ക്യപ്പ് പ്രത്യയാന്തപദയോഗാത് കർത്തുഃ വികൽപ്പേന ഷഷ്ഠി വിഭക്തിർഭവതി. വികൽപാഭാവേ അനുക്തേ കർത്തരി തൃതീയ ഇതി സൂത്രേണ തൃതീയ വിഭക്തിഃ സ്യാത്. യഥാ മമ സേവ്യോ ഹരിഃ തവ ഇദം കർത്തവ്യം, വികൽപാഭാവേ യഥാ മയാ സേവ്യോ ഹരിഃ ത്വയാ ഇദം കർത്തവ്യം. അടുത്ത സൂത്രം തുല്യാർത്ഥൈരതുലോപമാഭ്യാം തൃതീയാന്യതരസ്യാം തുല്യാർത്ഥകശബ്ദയോഗാത് വികൽപ്പേ ഷഷ്ഠി വിഭക്തിർഭവതി. വികൽപാഭാവേ തൃതീയാ വിഭക്തിഃ സ്യാത്, परन्तु तुला उपमाशब्दयोगात् केवलं षष्ठी विभक्तिः स्यात्. यथा कृष्णस्य कृष्णेन वा तुल्यः, सदृशः, समः, समानो नास्ति, किन्तु अर्जुनस्य तुला नास्ति, केशवस्य चोपमा नास्ति. അടുത്ത സൂത്രം ചതുർത്ഥി ചാശിഷ്യായുഷ്യമദ്രഭദ്രകുശലസുഖാർത്ഥഹിതൈഃ ആശീർവാദാർത്ഥബോധക ആയുഷ്യമദ്രഭദ്രകുശലസുഖ അർത്ഥഹിതാദിശബ്ദയോഗാത് ചതുർത്ഥി വിഭക്തിഃ ഷഷ്ഠി വിഭക്തിർവാ സ്യാത്. യഥാ തുഭ്യം തവ ആയുഷ്യം മദ്രം ഭദ്രം സുഖം കുശലം ഹിതം വാ ഭവതു. അടുത്ത സൂത്രം ദൂരാന്തികാർത്ഥൈഃ ഷഷ്ഠ്യന്യതരസ്യാം ദൂരസമീപാർത്ഥകശബ്ദയോഗാത് പഞ്ചമി വിഭക്തിഃ ഷഷ്ഠി വിഭക്തിർവാ സ്യാത്. യഥാ ഗ്രാമസ്യ ഗ്രാമാത് ദൂരെ നദീ വഹതി, ഗൃഹസ്യ ഗൃഹാത് അന്തികേ ക്ഷേത്രമസ്തി. അടുത്ത സൂത്രം ഷഷ്ഠി ഹേതുപ്രയോഗേ ഹേതുശബ്ദസ്യ വ്യവഹാരസ്ഥലേ നിമിത്തബോധകശബ്ദസ്യ ഷഷ്ഠി വിഭക്തിർഭവതി. അയമേവ ഹേതുപ്രയോഗേ ഷഷ്ഠി ഇത്യുച്യത്തെ. യഥാ ധനസ്യ ഹേതോഃ വിദേശം യാഹി. അടുത്തത് തൃപ്ത്യർത്ഥാനാം വിഭാഷാകരണേ
तृप्त्यर्थकपदयोगात् करणकारके विकल्पेन षष्ठी विभक्तिर्भवति। यथा अग्निः काष्ठानां काष्ठैर्वा न तृप्यति। अधोलिखितशब्दानां योगादपि षष्ठी विभक्तिर्भवति। यथा दक्षिणेन दक्षिणतः दक्षिणात् ग्रामस्य दक्षिणेन दक्षिणतः दक्षिणात् मन्दिरमस्ति। उत्तरेण उत्तरतः उत्तरात् विद्यालयस्य उत्तरेण अथवा उत्तरतः अथवा उत्तरात् उद्यानमस्ति। द्विः रामः मासस्य द्विः ग्रामं गच्छति। त्रिः त्वं दिवसस्य त्रिः खादति। चतुः सर्वे वर्षस्य चतुः पुरीं गच्छन्तु। पञ्चक्रत्वः रामः मासस्य पञ्चक्रत्वः चलचित्रं पश्यति। पुरः अथवा पुरस्तात् देवस्य पुरः अथवा पुरस्तात् प्रार्थनां कुरु। अधः अथवा अधस्तात् वृक्षस्य अधः अथवा अधस्तात् गावः चरन्ति। सदृशः पितुः सदृशः पुत्रः। कृते गोपालस्य कृते दुग्धमानय। मध्ये तरुणां मध्ये पक्षिणः वसन्ति। समक्षं रामः मम समक्षं धावति। അടുത്തത് അധികരണകാരകം സപ്തമി വിഭക്തിः ആധാരോധികരണമിതി സൂത്രേണ അധികരണകാരകം ഭവതി. അഷ്ടാധ്യാय्यां प्रथमाध्यायस्य चतुर्थपादे अस्योपदेशः कर्तृकर्मद्वारा क्रियाया आधारः कारकम् अधिकरणसंज्ञं स्यादिति सूत्रार्थः. आध्रियते अस्मिन्निति आधारः स आधारः कस्य इत्याकाङ्क्षायां कारकाधिकारात् क्रियाया इति लभ्यते. नागेशेन मञ्जूषायां कर्तृकर्मद्वारकफलव्यापाराधारत्वमधिकरणत्वमित्युक्तं. कर्तुः कर्मव्यवहितत्वेन क्रियाया असाक्षादाधाररूपेण तत् सिद्धा उपकारकं कारकमधिकरणमुच्यते इत्यर्थः. यथा चैत्रः स्थाल्यां गृहे ओदनं पचति इत्यत्र चैत्रः पचनव्यापाराश्रयत्वेन कर्ता, विक्लिप्तिरूपफलाश्रयत्वेन ओदनं कर्म. तथैव कर्तृभूतचैत्रद्वारकव्यापाराधारो गृहं. कर्मद्वारेण विक्लिप्तिरूपफलाधारः स्थाली. अर्थात् व्यापारो हि समवायसम्बन्धेन चैत्रे संयोगसम्बन्धेन गृहेऽस्ति. येन स्वसमवायिसंयोगरूपपरम्परया व्यापाराधारो गृहं. तथैव विक्लिप्तिरूपफलं हि समवायसम्बन्धेन ओदने संयोगसम्बन्धेन स्थाल्यां वर्तते. अतः स्वसमवायिसंयोगरूपपरम्परासम्बन्धेन विक्लिप्तिरूपफलस्याधारः स्थाली. इत्थं हि द्वयोराधारयोरधिकरणसंज्ञा व्यापाराश्रय कर्तुराधारः फलाश्रयकर्माधारश्च. अतः क्रियायाः आधार एव अधिकरणकारकम् इत्युच्यते. अत्र अधिकरणं त्रिविधं. यथा स्थानाधिकरणं ग्रामे कृषकाः वसन्ति. कालाधिकरणं माघमासे सरस्वतीपूजा भवति. विषयाधिकरणञ्च मम പഠനെ इच्छा अस्ति. അധികരണം 3 തരത്തിലാണ്. സ്ഥാനാധികരണം, കാലാധികരണം, വിഷയാധികരണം. ഇനി ചില സൂത്രങ്ങൾ. സപ്തമ്യധികരണേ അധികരണകാരകസ്യ സപ്തമീ വിഭക്തിർഭവതി. യഥാ ശയ്യായാം ശിശുഃ ശേതേ. അത്ര ശയ്യ ഇതി പദമധികരണസംജ്ഞകമസ്തി. തസ്മാत् തത്ര സപ്തമ്യാദേശഃ. അടുത്ത സൂത്രം. യസ്യ ച ഭാവേന ഭാവലക്ഷണം. യയാ ക്രിയയാ അന്യക്രിയാ പരിലക്ഷിതാ ഭവതി. അഥവാ യസ്യാഹ ക്രിയായാഹ കാലേന അന്യക്രിയായാഹ കാലഃ പരിലക്ഷ്യത്തെ തസ്യ സപ്തമീ വിഭക്തിർഭവതി. ഇയമേവ ഭാവേ സപ്തമി ഇത്യുച്യത്തെ. യഥാ സൂര്യേ ഉദിതേ പദ്മം വികസതി. അത്ര സൂര്യസ്യ ഉദയരൂപക്രിയയാ പദ്മസ്യ വികസനരൂപക്രിയാ പരിലക്ഷ്യത്തെ. തസ്മാത് സൂര്യ ഇത്യത്ര സപ്തമീ വിഭക്തിഃ. പരന്തു ഷഷ്ഠീ ചാനാദരേ ഇത്യനേന സൂത്രേണ യത്ര അനാദരസ്യ അർത്ഥോ ഭവതി തഥാ ച ഏകയാ ക്രിയയാ അന്യക്രിയാ പരിലക്ഷ്യത്തെ തത്ര വികൽപേന ഷഷ്ഠീ വിഭക്തിരപി ഭവതി. യഥാ പിതുഃ രുദതഃ വാ പിതരി രുദതി പുത്രഃ പ്രാവ്രജത്. അടുത്ത സൂത്രം. യതശ്ച നിർദ്ധാരണം. അത്ര നിർദ്ധാരണം നാമ ജാതിഗുണക്രിയാസംജ്ഞാഭിः സമുദായാദേകസ്യ പൃഥക്കരണം.
एवं प्रकारेण यस्माद् समुदायात् जातिगुणक्रियासंज्ञावाचकशब्दैः एकस्य पृथक्करणं भवति तस्य समुदायबोधकशब्दस्य षष्ठीविभक्तिः अथवा सप्तमीविभक्तिर्भवति। इयमेव निर्धारणे षष्ठी अथवा सप्तमी इत्युच्यते। यथा कविषु कवेर्वा कालिदासः श्रेष्ठः, छात्राणां छात्रेषु वा कृष्णः पटुतमः। അടുത്ത സൂത്രം നിമിത്താത് കർമ്മയോഗേ കർമ്മണാ സഹ നിമിത്തസ്യ ഫലസ്യ വാ യദി അവയവാവയവീസംബന്ധോ വിദ്യത്തെ തർഹി യസ്യ നിമിത്താർത്ഥബോധകസ്യ ഫലാർത്ഥബോധകസ്യ വാ ശബ്ദസ്യ സപ്തമീ വിഭക്തിഃ സ്യാത്. യഥാ ചർമ്മണി ദ്വീപിനം ഹന്തി ദന്തയോർഹന്തി കുഞ്ചരം. അടുത്ത സൂത്രം സപ്തമി അവച്ഛേദേ. അവച്ഛേദഃ ശരീരസ്യ അംശവിശേഷഃ. ശരീരസ്യ ഏകോംശഃ യദി പൃഥഗ്ഭാവേന ഗൃഹ്യത്തെ തർഹി തസ്യ പൃഥഗംശസ്യ ദ്വിതീയാ വിഭക്തിർന ഭവതി അപിതു സപ്തമീ വിഭക്തിർഭവതി. യഥാ സഖാ മാം കരേ ധൃത്വാ ഉപാവേശയത്. അടുത്ത സൂത്രം യസ്മാദധികം യസ്യ ചേഷാവരവചനം തത്ര സപ്തമി. യഥാ ഉപപരാർദ്ധേ ഹരേർഗുണാഃ. അധോലിഖിതശബ്ദാനാം യോഗാദപി സപ്തമി വിഭക്തിഃ സ്യാത്. താഴെ തന്നിരിക്കുന്ന പദങ്ങളുടെ യോഗത്തിലും സപ്തമി വിഭക്തിയാണ്. അസാധു കംസഃ കൃഷ്ണോ അസാധുഃ. സാധു രാമഃ മാതരി സാധുഃ. അസാധു കംസഃ കൃഷ്ണേ അസാധുഃ. സാധു രാമഃ മാതരി സാധുഃ. അധിപതിഃ ഉത്കലേ അശോക ഇത്യധിപതിരാസീത്. സംലഗ്നഃ രാമഃ കാര്യേ സംലഗ്നഃ. പ്രസിതഃ ഭക്തഃ ഹരൗ പ്രസിതഃ. उत्सुकः मधुः चलच्चित्रे उत्सुकः. कुशलः रामः पठने कुशलः. चतुरः सः कार्ये चतुरः. स्निह्यति माता पुत्रे स्निह्यति. अनुरक्तः छात्रः गुरुषु अनुरक्तः. अभिलषति श्यामलिमा पुत्रेषु अभिलषति. युज्यते त्रैलोक्यस्य प्रभुत्वं त्वयि युज्यते. सम्भाव्यते कथमेतत् त्वयि सम्भाव्यते. विश्वासः त्वयि विश्वासः नास्ति. ഇങ്ങനെയാണ് കാരകപ്രകരണത്തിലെ പ്രധാന ഭാഗങ്ങൾ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ കേവലം വായിക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ എൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, ഇങ്ങനെ കുറേ ഭാഗങ്ങൾ വായിച്ച് പോകുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കയറും എന്നുള്ളതാണ്. ശരിക്ക് വ്യാകരണം നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുമ്പോൾ അത് വളരെ സമയമെടുത്ത് അതിൻ്റെ പ്രക്രിയകളും വളരെയധികം സമയമെടുത്തുകൊണ്ട് പഠിക്കേണ്ട ഒന്നാണ്. പക്ഷേ അങ്ങനെ പഠിക്കാൻ തുടങ്ങിയാൽ ഇത്രയും ഈ പരീക്ഷ ഒരു ഗ്യാപ്പിനുള്ളിൽ അത് നമുക്ക് ഒരുവിധം ഭാഗങ്ങളൊന്നും പഠിച്ച് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ ഇങ്ങനെ നോക്കി പോവുക എന്നുള്ളതാണ് ഇവിടെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു രീതി. നമസ്കാരം.